ലുബിയെ ഇമ്മാനെ കാണാനില്ലല്ലോ. ഇമ്മ എവിടെയാണാവല്ലേ? അതന്നെയാണ്, ഇമ്മാനെ കാണാനില്ല. എവിടെയാണാവോ? പാത്തിന് ബസ് കിട്ടിയിട്ടില്ല. നാവജൊന്ന് വിളിച്ചു നോക്ക്. ഈ നേരായിട്ടും കാണാനില്ല അതിനെ. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നാല്. ബാക്കി അരിഞ്ഞോളെന്നാല്. കുറച്ചോനെ ബസ്സാണെങ്കി വരുന്നും കാണാനില്ല. എത്ര നേരമായി ഇവിടെ ഇരിക്കലൊറങ്ങിയിട്ട്. സമയാണെങ്കിൽ ഒരുപാടാവും ചെയ്തു. ആട്ടാണെന്നുണ്ടെങ്കിൽ തീരെ റേഞ്ചുമില്ല. ലുബിയാണല്ലോ വിളിക്കുന്നത്. ഹലോ. ഹലോ ഉമ്മ, നിങ്ങളെവിടെ? എടി ബസ് കിട്ടിയിട്ടില്ലേ, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ്. ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ ഓല് പറഞ്ഞ് കുറച്ചും കൂടി നേരം വഴുകും വരാനെന്നാണ്. നിങ്ങൾ എപ്പോഴാ വരിക? ഞാൻ എത്ര നേരമായി നേരെ കാത്തിരിക്കൽ തുടങ്ങിയിട്ട്. ഇനി വന്നിരിക്കന്നെ അങ്ങോട്ട് തന്നെ പോണ്ടി വരും. നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു വണ്ടി വിളിച്ചിട്ട് വരാന്. ഞാൻ പൈസ കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേക്കായിട്ടല്ലേ. അന്ന് സാരില്ല, ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചു വരണമെന്നുണ്ടെങ്കിൽ എത്ര പൈസ വേണമെന്ന് അറിയോ? ഞാൻ ബസ്സിന് വന്നോളാം. കുറച്ചും കൂടി കഴിയുമ്പോത്തിന് ബസ് വരുന്നുണ്ടാവും. നിങ്ങളൊന്ന് വേഗം വരി എന്നാല്. ശരി. ഒന്ന് കാണാനില്ലേറ്റ് വിളിക്ക. ബസ് വരുന്നുണ്ടല്ലോ. ഞാൻ എന്നോട് പറഞ്ഞതാണ് വണ്ടി വിളിച്ചിട്ട് വരാൻ. ഇപ്പൊ ഈ ഒരു വെയിലും കൊണ്ടുങ്ങാണ്ട് അവിടെ ഇരിക്കണുണ്ടാവും. അതൊരു കഷ്ടം. ലുബിയ, ഉമ്മക്ക് വിളിച്ചാ? ഉമ്മ എന്താ പറഞ്ഞി? അമ്മ ബസ് അകത്ത് നിക്കാത്രേ. ബസ് ഇതുവരെ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അനക്ക് പറഞ്ഞൂടായ്മയിൽ ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാന്. ഞാൻ പാവം ബസ്സൊക്കെ കേറിയിട്ട് ഇനി എപ്പ വരാനാണ്? അനക്ക് കൊടുത്താ മതിയായിന്നല്ല പൈസ. ഞാൻ പറഞ്ഞതാണ് വണ്ടി വിളിച്ച് വരാന്. പൈസ ഞാൻ കൊടുത്തോളാന്നും പറഞ്ഞതാ. കേക്കണ്ടേ? അപ്പൊ തോനെ പൈസ ആവും വണ്ടിക്ക് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണം. എന്നാ ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പൊ എവിടെ പോയി? ഒന്ന് ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കണല്ലോ. നേരത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അമ്മായിമ്മമാരോടും കൂടി അവിടെ നിന്ന് സൊല്ലാണ്. എന്താണ് അമ്മായിമ്മയും മരോളും കൂടി അടിയും ചക്കരയും പോലെ നിന്ന് വർത്താനം പറയുന്നു? ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്തേ? അല്ലെന്ന് ചിക്കനും മട്ടനൊക്കെ ഉണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ നമ്മളെ പേരയില്? ഇന്ന് ലുബിയുടെ ഉമ്മ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണോ? അന്ന് ഈ പേരന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമൊന്നും ഇന്നോട് പറയാത്ത? ഞാൻ എന്താ ഇവിടെ ഉള്ളതല്ലേ? ഓളമ്മ ഓളെ കാണാൻ വരുന്നേന് എന്തിനാ എന്നോട് പറയേണ്ട ആവശ്യം? എന്നാലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ എന്നോട് പറയണ്ടേ? അതൊരു മര്യാദയാണ്. റബ്ബേ, എങ്ങനത്തെ ഒന്നെന്നെയാണല്ലോ എന്റെ പള്ളിയിൽ വന്ന് പറഞ്ഞത്. നിങ്ങളും അമ്മായിയും മരോളും കൂടി എന്താച്ച ചെയ്തോളി. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ എന്തേലൊക്കെ ചെയ്തോളാം. അന്ന് ഇങ്ങോട്ട് കാണാതിരുന്നാ മതി. വല്ലാത്തൊരു പെണ്ണെന്നെ. പിന്നെ ഇത് ഉമ്മ വരുമ്പോതിന് വേഗം കുളിച്ച് റെഡി ആയി നിന്നോ. അപ്പൊ പഞ്ഞോളൊക്കെ കഴിഞ്ഞല്ലേ.
ഞാൻ ആ പേര് ഉണ്ടാക്കാനല്ലേ ഉള്ളൂ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചോണ്ട് നീ ചെല്ലേ. ഇനി എപ്പഴാ ഒന്ന് ഐസ് വിടണാവും, അതും കൂടി ഒന്നുകൊണ്ട് കായം തേച്ച് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെച്ചു കൊടുക്കായിന്. ഈ സാധനം ഇത് കൊടുക്ക പോയിക്കണത് ചെക്കനാണെങ്കി ഇപ്പൊ ഒരാളോടും പറയും വേണ്ട ഒന്നും വേണ്ട, ഒരാൾ ഇറങ്ങി പോവും. ചോദിച്ചു നോക്കണല്ലോ ഓനപ്പോത്തിനും അമ്മ വരുമ്പോത്തിനും വരൂലേനാവും. ലുബിയ ലുബിയ വിളിച്ചാൻ പോയി. ആ അമ്മ അത് വരുന്നേ. ഇപ്പൊ എന്തിനാ അമ്മ വിളിക്കണം? ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. എന്തമ്മ? ആ അല്ല ഷാനു എടുക്ക പോയിക്കണത്? അത് നേരം വെളുത്ത മുതൽ ഇവിടെ കാണാനില്ലല്ലോ. ആ ഓല് പണിയുടെ ആവശ്യത്തിന് രാവിലെ പോയതാണ്. പണിയുടെ ആവശ്യത്തിന് പോയതാണ്. ഇനിയിപ്പൊ എന്റെ അമ്മ വരുമ്പോത്തിന് ഓൻ ഇവിടെ ഉണ്ടാവൂലേനാവോ, അറിയൂല. ഇമ്മാക്ക് ഞാനും ഷാനുക്കും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയില്ലല്ലോ. ഉമ്മാന്റെ വിചാരം സന്തോഷത്തോടെ ജീവിക്കണെന്നാണ്. എന്നായാലും ഇപ്പൊ എന്റെ ഉമ്മ അതൊക്കെ അറിയേണ്ടത് തന്നെയല്ലേ. ഇമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മക്ക് ആകെ വിഷമാവൂലേ. ഉമ്മാനെ അറിയിക്കണം എന്തിനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്റെ ഉമ്മ അറിയണം. എന്റെ ഉമ്മ അറിഞ്ഞിരിക്കണത് നല്ലതാണ്. എന്തായാലും ഉമ്മ വന്നിട്ടില്ല, ഷാനു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോളുണ്ട്. എന്നിട്ട് ഓളോട് ഇങ്ങോട്ട് വരാൻ പറയുണ്ട്. അത് അതിന്റെ അമ്മക്ക് ഇനി ഒരു സങ്കടം വേണ്ട ഓനെ കാണായിട്ട്. അല്ല ഇജ്ജ് കുളിച്ചാൽ അതുവരെ പോയിട്ടില്ലേ? ഇല്ല, ഞാൻ അപ്പോതിനാ തിരുമ്പിയതൊക്കെ ഒന്നുണ്ട് ഉണക്കാൻ പോയി. എന്നാ ഇജ്ജ് പോയിക്കൊന്നോ കുളിച്ചോ. ഓളെ ഉമ്മാനോട് ഇപ്പൊ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും. ഓള് പറയില്ല. ഞാനിപ്പോ രണ്ടാളെ ജീവിതം ഞാൻ നോക്കണ്ടേ. എന്റെ കുട്ടിയുടെ ജീവിതം എനിക്ക് വലുതാണ്, ഓളെ ജീവിതം വലുത് തന്നെയാണ്. അപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോളെ രണ്ടാളും കൂടി മുണ്ടണില്ല പറഞ്ഞപ്പോ എന്താ കാട്ട്? എന്റെ കുട്ടിക്ക് അന്നും സമാധാനില്ല, എന്നും സമാധാനില്ല. അല്ലാതൊരു ജീവിതം തന്നെ പൈന്റെ. ഓളെ അമ്മ ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ അവളെ പറ്റിട്ട് പറഞ്ഞു കൊടുക്കാൻ. അവന്റെ വിചാരം മരുമോളും മാപ്പിളയും ഭയങ്കര സ്നേഹത്തിലാണ് നിൽക്കാറ്. എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ടോന്ന്. എന്റെ അമ്മക്ക് ഇന്നെ വേണ്ട, പോവാൻ മാത്രം മതി എന്റെ അമ്മക്ക്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്തായാലും നടക്കൂല. മറ്റോളെ ആട്ടിയ പോലെ ഇവിടെ ആട്ടാനൊക്കെ പണിയൊന്നുമില്ല. നിക്കാറ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ പോയി പെണ്ണിട്ടണത് ആദ്യത്തെ ഒഴിവാക്കിയപ്പോ വിചാരിച്ചു ഇനി ഞാൻ കിട്ടുണ്ടാവൂല. പിന്നെ ഞാൻ പെണ്ണിട്ടാൻ നോക്കും. ഇവിടെ ഞാൻ ഇവിടെ നാട്ടിക്കോളാം. ഓര് വെച്ചുണ്ടാക്കിയ ഓരെണ്ണ തിന്നോട്ടെ, ഞാൻ വല്ലതും ഓർഡർ ചെയ്തിട്ട് തിന്നോട്ടെ. ബസ് ഇറങ്ങി ഇവിടുന്ന് അവിടെ നടക്കാൻ. പോട്രസ് ഒന്നും വിളിക്കൊന്നും വേണ്ട. ആ പീടിയെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം.